നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം നടത്തിയൊരു ചർച്ചയിൽ ഞാനും ഇന്നത്തെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ഈ LDF നയിക്കുന്ന മുസഫർ അഹമ്മദ് ചർച്ചയിൽ പങ്കെടുത്തു. ഒരു മാസ്റ്റർ പ്ലാൻ 50 വർഷമായിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ നഗരത്തെക്കുറിച്ച് ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞു. ഒരു നഗരം വളരണമെങ്കിൽ മാസ്റ്റർ പ്ലാൻ വേണമെന്നത് ഏത് കൊച്ചു കുട്ടിക്കാണ് അറിയാത്തത്? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത് വലിയ ടെക്നിക്കാലിറ്റി ഉള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞാണ് ഒഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ പോലുമുള്ള ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു അത് വേണമെന്നൊരു വിഷൻ അവർക്കില്ല എന്നത് എന്നെ മാത്രമല്ല കോഴിക്കോട്ടുകാരെ മൊത്തം വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്. നമുക്ക് പറയല്ലേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു കേന്ദ്രീകൃത ഒരു നഗരമായി വന്നത് ചണ്ഡീഗഡാണ്. ആ ചണ്ഡീഗഡിൽ ഞാൻ പോയതാണ്, അത് ശരീരം പോയിട്ടുണ്ടാവുന്നു ഞാൻ വിശ്വസിക്കുന്നു. ചണ്ഡീഗഡിൽ എന്തായിരുന്നു? കാരണം അവർ പ്ലാന്റ് സിറ്റിയാണ്. ആ പ്ലാന്റ് സിറ്റിക്കുള്ളൊരു ഗുണം അത് നമുക്ക് അവിടെ പോയാലേ അറിയുള്ളൂ. അപ്പം അത് ഇന്ത്യയിലെ ഒരു നഗരത്തിൽ പറ്റുമല്ലോ, എന്തുകൊണ്ട് കോഴിക്കോട് ആയിക്കൂടാ? അപ്പം ഞങ്ങൾ പറയുന്നത് ഇവിടെ നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് ഉൾപ്പെടെ ഇവിടെ അതൊക്കെ മാസ്റ്റർ പ്ലാനിന് ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവേണ്ടത്. ഡ്രെയിനേജ് സിസ്റ്റം മാത്രമല്ല, ട്രാൻസ്പോർട്ട്, ഹെറിറ്റേജ്, ടൂറിസം, ഇതൊക്കെ കോഴിക്കോടിൻ്റെ തനത് വികസന രംഗത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അവയൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴേ നമുക്ക് നമ്മുടെ കുട്ടികൾക്കും അടുത്ത തലമുറയ്ക്കും ഒക്കെ മുന്നോട്ട് പോകേണ്ടത്. മാസ്റ്റർ പ്ലാൻ എന്നത് കേവലം ഒരു രേഖയല്ല, അതൊരു തലമുറയുടെ അല്ലെങ്കിൽ നഗരത്തിൻ്റെ ആത്മാവിൻ്റെ റീഡിസൈൻ ആണ്.